Dear brother Robin and sister Shalu, റോബിൻ്റെ മാതാവ് സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഷാലുവിൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ, കർത്താവിൻ്റെ വലിയൊരു ദാസന്മാരായി വേദിയിലും അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട കടന്നു വന്നിട്ടുള്ളായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. നിശ്ചയമായും ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് റോബിൻ്റെ ഭവനത്തിനും ഷാലുവിൻ്റെ ഭവനത്തിനും ആ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തരുന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. റോബിൻ്റെ ബ്രദർ രാജേഷ് എനിക്ക് വളരെ അടുത്ത് പരിചയപ്പെടാനും ഒരുമിച്ച് സഹകരിക്കാനും കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. അദ്ദേഹം UK-യിലാണ്. അതുപോലെ തന്നെ റോഷൻ അത് ഇന്നിവിടെ ഉണ്ടല്ലോ. ദൈവം ആ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. ഷാലുവിൻ്റെ ഭവനത്തിൽ നിന്നും പ്രിയ പാസ്റ്ററും സഹോദരങ്ങളും ഇവിടെ ആയിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ചില നാളുകൾക്ക് ശേഷമാണ് പാസ്റ്റർ K. അബ്രഹാമിനോട് ഒരുമിച്ച് ഇങ്ങനെ ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം കഴിഞ്ഞത്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹിതപ്പെടുത്തുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങളോടുകൂടി ഒരുമിച്ച് ആ ഭാഗത്ത് താമസിക്കുകയും യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത പാസ്റ്റർ ഇന്നിവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ദാസനെയും ഓർക്കുന്നു. മറ്റ് കർത്തൃദാസന്മാർക്ക് എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. തിരുവചനത്തിൽ നിന്ന് ദീർഘമായി ഇന്നിനിയും സംസാരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഏതാണ്ട് അരമണിക്കൂറിലധികം ദൈവവചനത്തിന് മുമ്പിലായിരുന്നു. എന്നാൽ വളരെ അത്യാവശ്യമായി 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ നിന്ന് ഞാനൊരു വാക്യം വായിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. അതിൻ്റെ 24-ന്റെ 23-ാമത്തെ വാക്യമാണ്. നീ ആരുടെ മകൾ പറക, നിന്റെ അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് പാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10-45 വർഷത്തെ എൻ്റെ ശുശ്രൂഷ സാഹചര്യങ്ങളുടെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം പോലും വിവാഹത്തിന് ഉപയോഗിക്കാത്തൊരു വാക്യമാണ് ഇന്നിവിടെ വായിപ്പാൻ ഇടയായത്. അതിൻ്റെ കാരണം ഈ പ്രിയപ്പെട്ടവരുടെ വിവാഹത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു നിർദ്ദേശം, ഒരു പ്രേരണ, അതാണ് ഞാൻ ഇന്ന് പകൽക്കാലം വായിപ്പാൻ തക്കവണ്ണം ഇടയായത്. ഇന്ന് രാവിലെ ഇവിടെ പുനലൂരിൽ നിന്നും കോളേജിൽ നിന്നും എത്തുക എന്നുള്ള പ്രയാസമായതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളിവിടെ കുറ്റപ്പുഴ താമസിക്കുന്നുണ്ട്, ഭവനത്തിൽ വന്നു ചേരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തെ ഓർത്ത് കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു. വിവാഹത്തെ ഓർത്ത് എല്ലാ ദിവസങ്ങളും അറിഞ്ഞപ്പോൾ മുതൽ പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കി തീർത്തു. ഈ വേദഭാഗം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചത് നീ ആരുടെ മകൾ പറക എന്ന് ചോദിച്ചു. ഇറ്റ് ഈസ് വൺ ഓഫ് ദ കീ ക്വസ്റ്റ്യൻസ് ദാറ്റ് എനിബഡി കുഡ് ആസ്ക്. ഏത് മനുഷ്യനും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഒരു വിവാഹത്തോടുള്ളായിരിക്കുന്ന ഈ ബന്ധത്തിൽ ആ ചോദ്യം ആരും ചോദിക്കും. നമുക്കറിയാം, ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ 2 കുഞ്ഞുങ്ങളോടുള്ളായിരിക്കുന്ന ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ അന്യോന്യം ചോദിക്കുകയും അറിയുകയും ചെയ്ത് ശേഷമുള്ളായിരിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ എത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഒരു വിവാഹത്തോടുള്ളായിരിക്കുന്ന ഈ ബന്ധത്തിലാണ് ഈ ചോദ്യം ചോദിപ്പാൻ തക്കവണ്ണവും ഇടയായി തീർന്നിട്ടുള്ളത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രായം ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയൊരു കൺസേൺ അതിൻ്റെ ആരംഭ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അബ്രഹാം വയസ്സി എന്ന് വൃദ്ധനായപ്പോൾ യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തുടിയിൻ കീഴിൽ വെക്കുക, ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകനെ ഭാര്യയെ എടുക്കാതെ. അപ്പോൾ തൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു തൻ്റെ മകൻ വിവാഹം കഴിക്കണം എന്നുള്ളത്. ആ കൺസേൺ വളരെ കെയർഫുള്ളായി നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. വിശദീകരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഒരു പുത്രന് ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു മകൾക്ക് ഒരു ഭർത്താവ്, ഇത് ജീവിതത്തിൽ അത്യാവശ്യമാണെന്നുള്ളത് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഉദാത്തമായിരിക്കുന്ന ഉദാഹരണം ദൈവം തന്നെയാണ് കാണിച്ചു തന്നത്. ആദാമിനെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവം വാരിയലിൽ ഒന്നെടുത്ത്, മുമ്പേ നമ്മൾ കേട്ടു, അതുകൊണ്ട് വിശദീകരണത്തിന് ആവശ്യമില്ല. എബ്രായ ഭാഷയിൽ അവിടെ പറഞ്ഞിരിക്കുന്ന വാരിയല്ലെന്ന് മാത്രമല്ല,
മാംസത്തോടു കൂടിയ ഒരു വാരിയെല്ലെടുത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് ഇരുന്ന മാംസത്തിന്റെ മേൽ വെച്ച് പിടിപ്പിച്ച് ഒരു സ്ത്രീയാക്കി അവന്റെ മുമ്പിൽ കൊണ്ടുചെല്ലുന്ന ഒരപ്പന്റെ വലിയ കടമ അത് നിങ്ങൾക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ ശരിയായ പഠനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എവിടെയെങ്കിലും കണ്ട് ചിരിച്ചേച്ച് ഹണി വരുന്നോ എന്ന് ചോദിക്കുന്നതല്ല വാസ്തവത്തിൽ ശരിക്കും അത് വിവാഹത്തിന്റെ മാതൃക വിശുദ്ധ വേദപുസ്തകം നൽകിയിട്ടുള്ളത്. ആർഷഭാരതത്തിന്റെ ഒരു വ്യക്തി എന്നുള്ളതായിരിക്കുന്ന നിലയിൽ, ഇവിടുത്തെ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷത്തോടെ പറയുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ ഇവിടുത്തെ സംസ്കാരം അനുസരിച്ചും നിശ്ചയമായും അപ്പനും അമ്മയും ചർച്ചും അല്ലെങ്കിൽ ചർച്ചിലുള്ളവരും പ്രിയപ്പെട്ടവരും ചാർച്ചക്കാരും ഒക്കെ ചേർന്ന് ചിന്തിച്ച് അത് ചെയ്യുന്നതായിരിക്കുന്ന ഒരു സംഗതിയാണ് വിവാഹം എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു വിവാഹം അത് അബ്രഹാം താല്പര്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറണം. നിനക്കൊരു സന്തതി ഉണ്ടാകുമെന്ന് ദൈവം തമ്പുരാൻ അവനോട് പറഞ്ഞിട്ട് ആ സന്തതി മുഖാന്തരം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവം വെച്ച പദ്ധതികൾ നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. ആ പദ്ധതിയിൽ നിന്നുകൊടുത്ത അബ്രഹാമിന്റെ മകൻ ഇസാക്കിനെയും ആ രീതിയിൽ തന്നെ പിന്നീട് ജീവിതം നയിക്കുവാനിടയായി യാക്കോബിനെയും ഓർത്ത് ഞാൻ ഇന്ന് രാവിലെയും ദൈവത്തെ സ്തുതിച്ചു. പേരൻസിന്റെ ഏറ്റവും വലിയ സന്തോഷം, ആശ്വാസം എന്ന് പറയുന്നത് അവരുടെ മക്കൾ അപ്പനെ അമ്മയൊക്കെ അനുസരിച്ച് ജീവിക്കണമെന്നും അതിനനുസരിച്ച് മുമ്പോട്ട് പോകണമെന്നും അപ്രകാരം ഒരു ഭാവി ഉണ്ടായി അതിൻ്റെ നന്മകൾ അവർ അനുഭവിക്കണം എന്നുള്ളതായിരിക്കുന്ന സംഗതിയാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സെലക്ഷൻ നിങ്ങൾക്ക് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. നിർബന്ധമായി പറഞ്ഞ ഒരു കാര്യം അവിടെ നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കരുത്. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഒരു ദൈവപൈതൽ മാത്രമേ കൂട്ടിച്ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകാവൂ. അല്ലെങ്കിൽ ഒരു കാലത്തും അത് നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിയാത്ത ബന്ധനങ്ങളായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അടുത്ത കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാർച്ചക്കാരും എൻ്റെ ബന്ധുക്കളും എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യവും, അതുപോലെ തന്നെ അത് പണ്ട് എവിടുന്ന് കൊണ്ടുവന്നോ അവിടോട്ട് മടങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ കാര്യവും വളരെ സീരിയസ് ആയി നമ്മൾ കാണണം. ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ പിന്മാറ്റമോ അല്ലെങ്കിൽ രക്ഷയ്ക്ക് മുമ്പുണ്ടായിരുന്നായിരിക്കുന്ന ഒരു ജീവിത ശൈലിയോ ഏത് കാരണത്താലും ഉണ്ടാകാൻ പാടില്ല എന്ന് അവിടെ കൊടുത്തിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം ഒത്തിരി മറുപടികൾ പേപ്പറിലൂടെ, ഗുഡ് ന്യൂസിലൂടെ, ഞാൻ ചിലയിടത്ത് വായിക്കുന്ന പബ്ലിക്കിൽ കൊടുത്തിരിക്കുന്ന പരസ്യം വായിച്ചിട്ടുണ്ട്, തൊപ്പിക്കാര എപ്പോൾ കല്യാണമെന്ന്. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ പറയാറില്ല, എൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിക്കത്തില്ല. പിൻ പോയിന്റ് വരുമ്പോഴാണ് ആരാ നമ്മുടെ പിൻ പോയിന്റ് ഉണ്ടാക്കേണ്ടത്. ശരിക്കും നമ്മുടെ പിൻ പോയിന്റിലേക്ക് കടന്നു വരുവാൻ നമ്മെ നയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവവും തൻ്റെ പരിശുദ്ധാത്മാവുമായിരിക്കണം നമ്മെ പിൻ പോയിന്റിൽ എത്തിക്കുന്നത്. അതിൻ്റെ പേരാണ് ദൈവഹിതം, അതിൻ്റെ പേരാണ് ദൈവ ഇഷ്ടം. ആ ഇഷ്ടത്തിൽ മുൻപോട്ട് പോകുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതം ധന്യമായിരിക്കാൻ തക്കവണ്ണം ഇടയാകും. ഒരു 10-33 വർഷത്തെ കുടുംബജീവിതം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇന്നും പ്രസംഗിക്കുന്ന. എൻ്റെ ഭാര്യ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം എന്ന് അന്വേഷിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുമെങ്കിൽ അത് ഏറ്റവും ധന്യമാണ്. 12ാമത്തെ വാക്യമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഈ അബ്രഹാമിന്റെ ദാസൻ ശരിക്കും പ്രാർത്ഥിച്ചേച്ചാണ് അത് പെണ്ണിനെ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിയത് എന്നുള്ളത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ശരിക്കുമുള്ളതായിരിക്കുന്ന അന്വേഷണത്തിന്റെ പിറകിൽ വേറെ ഒന്നും ഉണ്ടാവരുത്. അതിനേക്കാൾ ദൈവഹിതത്തിന് വില കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഞാൻ ഈ വേദഭാഗങ്ങളൊക്കെ ഓടിച്ചിങ്ങി പറയുന്ന കാരണം നിങ്ങൾ ഇത്രയും നേരം ദൈവവചനം കേട്ടു. എന്നാൽ ഈ സത്യം നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം. ദൈവിക ഹിതത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിരിക്കുന്ന ഒരു സംഗതി. അവസാനം ഒരു പെങ്കൊച്ചിനോട് സെർവന്റ് അബ്രഹാമിന്റെ ദാസൻ സംസാരിക്കുമ്പോൾ അവിടെ എടുത്തു കണ്ടെത്തുന്നതായ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നു, ഒട്ടകത്തിന് വെള്ളം കൊടുക്കുമെന്ന്. നിങ്ങൾക്കറിയാം 40 ഗ്യാലൻ വെള്ളം സാധാരണ ഒരു ഒട്ടകം കഴിയും. അങ്ങനെ ഒട്ടകം കുടിക്കുമെങ്കിൽ 10 ഒട്ടകത്തിന് നിങ്ങൾക്കറിയാം എത്ര ഗ്യാലൻ വെള്ളം കോരി കൊടുക്കണം. ഇന്നത്തെ പോലെ പമ്പില്ല, മോട്ടോർ ഓൺ ചെയ്താൽ പറ്റത്തില്ല. ഏറ്റവും ആഴത്തിൽ കുഴിച്ചിട്ടുള്ളതായിരിക്കുന്ന കിണറ്റിൽ സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോയി ഈ 10 ഒട്ടകങ്ങൾക്കും കോരിക്കൊടുക്കാൻ അത് കഴിഞ്ഞതായിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടെത്തുന്നതായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം അത്
കഴിയുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അത് എന്ന് മാത്രമല്ല എടുത്തു പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വാ, ഞങ്ങളുടെ വീട്ടിൽ വൈക്കോലുണ്ട്, അത് നിനക്ക് രാപാർപ്പാൻ സ്ഥലമുണ്ട്, എല്ലാ സൗകര്യം അവിടെ ഉണ്ട്, വന്നാ മതി, എല്ലാം ചെയ്യാമെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അവിടെ കാണാം. കൈൻഡ് ആൻഡ് ഓൾസോ ഹംബിൾ, ഹെൽത്തി, ഹാർഡ് വർക്കിംഗ്, പ്ലസന്റ് ഗേൾ. വാസ്തവത്തിൽ സകല ധാർമ്മിക ഗുണങ്ങളുടെയും വചനം പറയുന്ന എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന രീതിയിൽ ഉള്ള ധാർമ്മിക ഗുണങ്ങളുടെ ആളായിരുന്നു. അപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തു ചോദിച്ചത്, നീ ആരുടെ മകൾ? എന്താ കാര്യമെന്നറിയാമോ? ഇതെല്ലാം പിടിച്ചെങ്കിലും ഒരു കാര്യം കൂടെ എനിക്കറിയണം. ആ ദാസൻ പറയുവാൻ എൻ്റെ കവണമിടയായി. അതെന്താണെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിലേതാണെങ്കിൽ മതി, എന്തെല്ലാം ക്വാളിറ്റി നിനക്കുണ്ടെങ്കിലും. The key question that is being asked today, ഇന്ന് ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സംഗതി, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കുടുംബത്തിന്റെ ഭാഗമാണോ നീ? നമ്മുടെ ഇന്നത്തെ അത് പല അനുഭവങ്ങളും സംഗതികളും നമ്മൾ കണ്ടിട്ടുള്ളത്, അത് ഉച്ച കഴിഞ്ഞാൽ TV കാണുക, സീരിയൽ കാണുക, അത് അല്ലാത്ത സമയത്ത് വേറെ കാര്യങ്ങൾക്ക് പോയി, ഇങ്ങനെയുള്ള ആളുകൾക്ക് ദൈവമക്കളുടെ കുടുംബത്തിൽ ഒരിക്കലും വന്നു ചേരുവാൻ തക്കവണ്ണം ഇടയാകരുത്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബം ഒരിക്കലും ധന്യമാകുവാൻ തക്കവണ്ണം കഴിയത്തില്ല. റോബിനെ സംബന്ധിച്ചിടത്തോളം, ഷാലുവിനെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് ചിലപ്പോൾ അറിയാവുന്നതിനേക്കാളൊക്കെ അത് വളരെ നന്നായി നിങ്ങൾക്കറിയാം. വരും ദിവസങ്ങളിൽ അവരുടെ കുടുംബജീവിതം ദൈവം ധന്യമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാര്യ അത് ചെയ്യേണ്ട കാര്യം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, ഭയപ്പെടണം. ഭയപ്പെടണമെന്ന് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് റെസ്പെക്ട് ചെയ്യണമെന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം, അതുപോലെ തന്നെ ഭർത്താവിനെ അനുസരിക്കണം. അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ചിലരൊക്കെ സ്നേഹിക്കുന്നതിനകത്ത് ഇത്രയും വലിയ കാര്യമുണ്ടോ? എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ സ്നേഹിക്കാൻ അല്ല പറഞ്ഞേക്കുന്നത്. ആ സ്നേഹവും അതെ ഭാര്യ ഭർത്തൃ സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ സ്നേഹം ശരിക്കും സാക്രിഫിഷ്യലായി എന്തും സമർപ്പിച്ച് കൊടുക്കുന്നതായ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സ്നേഹിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ഭർത്താവും കീഴ്പ്പെട്ട് അനുസരിക്കാൻ കഴിയുന്ന ഒരു ഭാര്യയുമാണ് കുടുംബജീവിതത്തിൻ്റെ ധന്യതയ്ക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഞാൻ അത് ഫോർഡാം യൂണിവേഴ്സിറ്റി, ന്യൂജേഴ്സിയിലാണ്, അതിൻ്റെ ന്യൂയോർക്കിൻ്റെ ഒരു ഭാഗത്തുള്ളായിരിക്കുന്ന ഫോർഡാം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് ഞാൻ ഒരിക്കൽ ഒരു സർവേയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 500-ലധികം കുടുംബങ്ങൾ പങ്കെടുത്തതായിരിക്കുന്ന ആ സർവേ അവസാനം കണ്ടെത്തിയതായിരിക്കുന്നതായ അത് ഒരു കാര്യം ഇപ്രകാരമായിരുന്നു. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഒരു രാജാവുണ്ട്. ആ രാജാവിനെ അത് മാനിക്കാൻ തക്കവണ്ണം ഭാര്യയ്ക്ക് കഴിയണം. എന്ന് പറഞ്ഞാൽ രാജകുടുംബങ്ങളോ രാജവാഴ്ചയോ ഉള്ള സമയമല്ലിത്. പക്ഷേ ഒരു പുരുഷന്റെ ആ പ്രത്യേകമായിരിക്കുന്നതായ അവൻ്റെ ആ അധികാരത്തെയും അവൻ്റെ ആ ഹെഡ്ഷിപ്പ് അതിനെ ഓണർ ചെയ്യുന്ന ഭാര്യയാണെങ്കിൽ അത് നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരും. ഭാര്യയെക്കുറിച്ച് മുമ്പേ പറഞ്ഞല്ലോ, ഒത്തിരി അത് കരച്ചിലിൻ്റെയോ സംഗതികളുടെയോ ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളായിരിക്കുന്ന സംഗതി ഞാൻ ചിലപ്പോൾ എടുത്തു പറയാറുണ്ട്. മാംസത്തോടു കൂടിയ വാരിയൽ എടുത്തിട്ടാണ് അവളെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയായത്. മാംസത്തിന് ഒരു പ്രത്യേക ജോലിയുണ്ട്. എല്ലിൻ്റെ കൂട്ട് എപ്പോഴും നേരെ നിൽക്കുക എന്ന് മാത്രമല്ല, എവിടൊക്കെ ഫ്ലെക്സിബിലിറ്റി ആവശ്യമുണ്ടോ അവിടൊക്കെ വിട്ടുവീഴ്ചയ്ക്കും കൂടെ തയ്യാറാകുന്ന ഒരു ജീവിതം ഏത് രാജ്യത്തായിരുന്നാലും നാം മനസ്സിലാക്കണം. അങ്ങനെ മാത്രമേ ആയിരിക്കാൻ തക്കവണ്ണം കഴിയുള്ളൂ. തുടക്കമൊക്കെ സുന്ദരമായിരിക്കും, അതിനുള്ളായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ യാതൊരു തരത്തിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറയ്ക്കുന്നില്ല. പക്ഷേ ഈ ജീവിതം നീണ്ടു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വചനപ്രകാരം മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയണം. ഞാൻ ചില അവസരങ്ങളിലെങ്കിലും അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ അത് എടുത്തു പറയട്ടെ. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ, അങ്ങനെയാ വാക്യം, നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ നാരി എന്ന് പേരാകും. മലയാളത്തിലെ നല്ല പദപ്രയോഗമാണ് നാരി എന്നുള്ളത്. പക്ഷേ ഇത്ര മോശമാക്കാവുന്ന വേറൊരു വാക്കുമില്ല. ആ സംഗതി ഓർത്തു വേണം കുടുംബജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണെന്ന്. നാരി എന്നുള്ള രായുടെ അകത്തെ കുനിപ്പ് കളഞ്ഞാൽ ഇത്ര മോശമായ പേര് വേറെ ഒന്നുമില്ല. അത് കളയാതെ ജീവിതത്തെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഒരു സ്റ്റേജിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ദൈവസന്നിധിയിൽ നാം ഓർത്തിരിക്കണം, കുടുംബജീവിതം ധന്യമാക്കാൻ എന്തെല്ലാം ചെയ്യണമോ അത് മുഴുവൻ ചെയ്യാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം. കാര്യം ഈ ജീവിതം ഇവിടെ വെച്ച് പിരിയുന്നതല്ല. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു ആ കാര്യം.
പിരിക്കുക എന്നൊക്കെ ഉള്ള കാര്യം ദൈവദാസൻ പറഞ്ഞിനി ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും ജീവിതം ഇവിടം കൊണ്ട് തീരുന്നതോ ഇവിടെ വെച്ച് അവസാനിക്കുന്നതല്ല, നിത്യതയ്ക്കും ഇതിനകത്തൊരു പങ്കുണ്ട് എന്നോർത്ത് നമ്മുടെ ജീവിതത്തെ സൂക്ഷിപ്പാൻ തക്കവണ്ണം കഴിയണം. Understand that eternity has a say in the life of a husband and of a wife. അത് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിന് നിത്യതയ്ക്കൊരു ബന്ധമുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഈ ഭാഗം. അവിടെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തു. വിവാഹ നിശ്ചയം ചെയ്തവരുടെ പേര് വിളിച്ചപ്പോഴേ അവരിവിടേക്ക് കയറി വന്നിരുന്നത്. വേറെ ആരും വരാഞ്ഞതും അതുകൊണ്ടാണ്. കാര്യം ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആരുടെയും വിവാഹ നിശ്ചയം ഇന്നത്തേക്ക് കല്യാണം നടത്താൻ അത് ഇവിടെ ആരും ഇരിപ്പില്ല. അതുകൊണ്ട് അവരിവിടെ കടന്നു വരുവാനിടയായത്. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാം, വിവാഹ നിശ്ചയം കഴിയാതെ വിവാഹമില്ല. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെടാത്ത ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നു, എനിബഡി ഹു ഈസ് നോട്ട് മെയ്ഡ് എ കവനന്റ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ടു അക്സെപ്റ്റ് ഹിം ആസ് ദ സേവിയർ ആൻഡ് ദ ബ്രൈഡ് ഗ്രൂം ഇൻ യുവർ ഹാർട്ട്, നിന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വന്നില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് നിങ്ങൾ വന്നത് നിശ്ചയമായും അതൊരു അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിനെ ഇതുവരെയും രക്ഷകനായ ജീവിതത്തിൽ ഉൾക്കൊള്ളാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ദയവായി അത് നിങ്ങളുടെ ജീവിതത്തെ യേശുക്രിസ്തുവിന് കൊടുത്ത് അവനെ മണവാളനായി കർത്താവായി രക്ഷകനായി ജീവിതത്തിൽ സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളെ എക്സോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ അത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അത് ഈ അവസരത്തിൽ നമുക്ക് മുൻപോട്ട് കടന്നു വരാം. പ്ലീസ് കമന്റ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഏദൻ പൂങ്കാവനത്തിൽ ആദാം ഹവ്വയെ ആശീർവദിച്ച ദൈവമേ, ഞങ്ങൾ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം അവിടുത്തെ ദാസന്മാരിൽ കൂടി കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവവചനമാണ് ഞങ്ങളെ ഉറപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും കർത്താവേ, ഹല്ലേലൂയ, ദൈവവചനമാണ് ഞങ്ങളെ ഹല്ലേലൂയ മുന്നോട്ട് നയിക്കുന്നത്. വിശേഷാൽ റോബിനെയും ഷാലുവിനെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് സഭയായിട്ട് ഹല്ലേലൂയ ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ കരങ്ങളിലേക്ക് നിന്റെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ, അവരുടെ കുടുംബജീവൻ ധന്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശുശ്രൂഷിപ്പാനായിട്ട് ഹല്ലേലൂയ അവിടുത്തെ അഭിഷേകത്തിനെ ഹല്ലേലൂയ കൃപയിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആദ്യോടന്തം പരിശുദ്ധാത്മ നിയന്ത്രിച്ചാട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. തുടർന്ന് വിവാഹ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുവാൻ തക്കവണ്ണം പോകുകയാണ്. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നടക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. മാരേജ് നോട്ടീസ് ഈ അവസരത്തിൽ വായിക്കുന്നു. സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ വിവാഹ നോട്ടീസ്. ഈ നോട്ടീസ് മൂലം എല്ലാ ആളുകളെയും അറിയിക്കുന്നത് ദൈവേഷ്ടമായാൽ 2013 ഓഗസ്റ്റ് മാസം 1-ാം തീയതി വ്യാഴാഴ്ച പകൽ 11 മണിക്ക് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ കുറ്റപ്പുഴ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ പറമ്പത്തൂർ വീട്ടിൽ ശ്രീമാൻ പരേതൻ PS വർഗീസിൻ്റെയും ശ്രീമതി ശോശാമ്മ വർഗീസിൻ്റെയും മകൻ 30 വയസ്സുള്ള റോബിൻ വർഗീസ് എന്ന യുവാവും ദയവായി ആ സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ. തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ താലൂക്കിൽ കിളന്മൂർ വില്ലേജിൽ സയോൺ IPC ഫിലഡൽഫിയ സഭയിൽ ചീരംകുളം വീട്ടിൽ ശ്രീമാൻ റെവറൻ തമ്പി മർക്കോസിൻ്റെയും ശ്രീമതി മേരി മത്തായിയുടെയും മകൾ 27 വയസ്സുള്ള ഷാലു റേച്ചൽ മർക്കോസ് എന്ന യുവതിയും തമ്മിലുള്ളതായിരിക്കുന്ന വിശുദ്ധ വിവാഹം കുറ്റപ്പുഴ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ആഭിമുഖ്യത്തിൽ മഞ്ഞാടി ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിന് നിശ്ചയിച്ചിരിക്കാൻ ഈ വിവാഹം നടത്തിക്കൊടുക്കുന്ന ന്യായമായ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതിയായ തെളിവ് സഹിതം രേഖാമൂലം സെക്ഷൻ്റെയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെയോ ഓഫീസിൽ അറിയിക്കേണ്ടതാകുന്നു. വിവാഹത്തിൻ്റെ മംഗളത്തിനും ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് സെക്ഷൻ പ്രസ്പിറ്റർ. വിവാഹ നോട്ടീസ് നാം വായിച്ചു കേട്ടു. ഇന്ന് ഈ പ്രിയപ്പെട്ടവരുടെ വിവാഹം നടക്കുന്ന വിവരം നേരത്തെ അത് അറിയിക്കുകയും ഈ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
ആദിയോടന്തം ഈ വിവാഹ ശുശ്രൂഷയെ ആശീർവദിപ്പാനുള്ള ദൈവകൃപ തരേണ്ടതിനും നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഈ പ്രത്യേക അവസരത്തിൽ ഇതുവരെയും നിങ്ങളെല്ലാവരുടെ പക്കൽ നിന്നും ഈ വിവാഹം നടത്തിക്കൊടുക്കുന്ന ന്യായമായ ഒരു തടസ്സവും ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിനാൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ഓർഡൈൻ ശുശ്രൂഷകൻ എന്നുള്ള നിലയിലും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലും എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരത്തിൽ ഞാൻ ഈ വിവാഹം നടത്തിക്കൊടുക്കുവാൻ ദൈവസന്നിധിയിൽ തീരുമാനിക്കുന്നു. പ്രിയ റോബിനോടും ഷാലുവിനോടും എനിക്ക് ഈ പകൽക്കാലം ഓർപ്പിക്കുവാനുള്ളത്, വിവാഹം എന്ന് പറയുന്നത് വളരെ മാന്യമായ ഒരു ദൈവിക ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പാവനതയോടും ദൈവകൃപയോടും കൂടെ ഇതിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. സകല രഹസ്യങ്ങളെയും ന്യായം വിധിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നാം എല്ലാവരും ഒരു ദിവസം നിൽക്കേണ്ടവരാകുന്നു എന്നുള്ള ദൈവിക വചനത്തിൻ്റെ സത്യത്തെ നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷകൻ എന്നുള്ള ഈ നിലയിൽ ഞാൻ നിങ്ങളെ ബോധ്യമാക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് നിന്റെ അനുഗ്രഹത്തോടും നന്മയോടും കൂടെ ആയിരിക്കേണ്ടതിന് എൻ്റെ ജീവിതത്തെ പരിശോധിക്കുവാൻ ഈ അവസരത്തിൽ എനിക്ക് കൃപ തരണമേ എന്ന് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ ചൊരിയുവാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. തുടർന്നും ദൈവജനം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം ഓർപ്പിക്കുന്നു. ഈ അവസരത്തിൽ റോബിനോട് ഞാൻ ചോദിക്കുന്നത്, നിന്റെ വലതുവശത്ത് സമീപേ നിൽക്കുന്ന ഷാലു എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ തക്കവണ്ണം നിനക്ക് സമ്മതമാണോ? സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദൈവം നിങ്ങൾക്ക് തരുന്ന ഏത് അവസ്ഥയിലും മരണപര്യന്തം മറ്റെല്ലാവരെക്കാളും ഉപരി അവളെ സ്നേഹിച്ച് പോറ്റി പുലർത്തി ഉത്തമനായിരിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കടമ നിർവഹിക്കാമെന്ന് ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ സഭയുടെയും മുമ്പാകെ വാഗ്ദത്തം ചെയ്യുമോ? ഗോഡ് ബ്ലസ് യു. സഹോദരി ഷാലുവിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപേ നിൽക്കുന്ന റോബിൻ എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണോ? സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദൈവം നിങ്ങൾക്ക് തരുന്ന ഏത് അവസ്ഥയിലും മരണപര്യന്തം മറ്റെല്ലാവരെക്കാളും ഉപരി അവനെ സ്നേഹിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ഉത്തമയായ ഒരു ഭാര്യയുടെ കടമ നിർവഹിക്കാമെന്ന് ദൈവത്തിൻ്റെയും ദൈവസഭയുടെയും മുമ്പാകെ വാഗ്ദത്തം ചെയ്യുമോ? മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നിന്നടി കാനാവിൽ മണി പന്തൽ പന്തലങ്കരിച്ചു, നിന്നടി കാനാവിൽ മണി പന്തൽ പന്തലങ്കരിച്ചു, അന്നുരസവിഞ്ഞുണ്ടാക്കി എന്ന് പോലി നേരം വന്നു, അന്നുരസവിഞ്ഞുണ്ടാക്കി എന്ന് പോലി നേരം വന്നു. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഏദൻ പൂങ്കാവനത്തിൽ തൻ്റെ സാന്നിധ്യത്താൽ ഇറങ്ങി വന്ന് ആദമിനെയും ഹവ്വയെയും യോജിപ്പിച്ച ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങളാൽ നിങ്ങൾ യോജിപ്പിക്കപ്പെടുമാറാകട്ടെ. റോബിനാകുന്ന ഞാൻ, ഷാലു ആകുന്ന നിന്നെ
ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദൈവം തരുന്ന ഏതവസ്ഥയിലും മറ്റെല്ലാവരെക്കാളും ഉപരി നിന്നെ സ്നേഹിച്ച് പോറ്റി പുലർത്തി ഉത്തമനായ ഒരു ഭർത്താവിൻ്റെ കടമ നിർവഹിക്കാമെന്ന് ദൈവത്തിൻ്റെയും ദൈവസഭയുടെയും മുമ്പാകെ ദൂതന്മാരെ സാക്ഷിയാക്കി ഞാൻ നിന്നോട് ഉറപ്പായി വാഗ്ദത്തം ചെയ്യുന്നു. ഷാലുവാകുന്ന ഞാൻ, റോബിനാകുന്ന അങ്ങ് ഇന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദൈവം നമുക്ക് തരുന്ന ഏതവസ്ഥയിലും മറ്റെല്ലാവരെക്കാളും ഉപരി അങ്ങയെ സ്നേഹിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ഉത്തമയായ ഒരു ഭാര്യയുടെ കടമ നിർവഹിക്കാമെന്ന് ദൈവത്തിൻ്റെയും ദൈവസഭയുടെയും മുഖാവെ ദൂതന്മാരെ സാക്ഷി നിർത്തി ഞാൻ അങ്ങയോട് ഉറപ്പായി വാഗ്ദത്തം ചെയ്യും. ഹോൾഡ് ഓൺ. ഈ അവസരത്തിൽ കർത്തൃദാസന്മാരെല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. നാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. വി ആർ ഗോയിങ് ടു പ്രേ ഫോർ ദം ആൻഡ് ഗോഡ് സെർവൻസ് വിൽ ബി സ്റ്റാൻഡിങ് ആൻഡ് ലെറ്റ് us all, നമുക്കെല്ലാവർക്കും ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൻ്റെ ധന്യത നമ്മുടെ പ്രാർത്ഥനയാൽ സപ്പോർട്ട് ചെയ്യപ്പെടാൻ ഇടയാകട്ടെ. ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ നിങ്ങളുടെ പ്രാർത്ഥന അവർക്കൊരു അനുഗ്രഹമായിരിക്കട്ടെ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ കൽപ്പനയും അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുമായിരിക്കുന്ന ഈ ദിവ്യമായ ശുശ്രൂഷയ്ക്ക് ഇന്ന് പകൽക്കാലം കർത്താവെ ദൈവം സാക്ഷി നിന്നുകൊണ്ട് ഒരു കുടുംബത്തെ കൂടെ കർത്താവെ ഭൂമിയിൽ ഉളവാക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയതിനായി സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവകൃപ അനുഭവിച്ച ദൈവമക്കൾ എന്ന നിലയിൽ ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടായ ഈ വാത്സല്യ ഭവനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഏദൻ തോട്ടത്തിൽ നിന്റെ സാന്നിധ്യം വളരെ ശക്തമായി കടന്നു വരികയും ലോകത്തിലെ ആകമാനം ജനതയ്ക്ക് കർത്താവെ ആരംഭം കുറിക്കുകയും ചെയ്യുവാൻ ദൈവമിടയാക്കിയെങ്കിൽ അതിൻ്റെ പരിണിത ഫലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ ആക്കപ്പെട്ടുള്ളായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ഇന്നും ജീവിതങ്ങളെ വേർതിരിച്ചെടുത്ത കുടുംബങ്ങളാക്കുന്ന അവിടുത്തെ ദൈവിക പദ്ധതിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം ഞങ്ങളോട് പറയുന്നത് ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു എന്നാണ്. നിന്റെ വചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു കുടുംബമായി തീർന്നായിരിക്കുന്ന റോബിനെയും ഷാലുവിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, നിന്റെ മകനെ അങ്ങ് കർത്താവെ തൊട്ടിത്രത്തോളവും നടത്തിയതിനായി സ്തോത്രം. ജീവിതത്തിൽ കർത്താവെ ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും നൽകി വിദ്യാഭ്യാസം